നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രാവൻകൂർ മാളിൽ SFIക്കാരുടെ അടികൊണ്ട സിവിൽ പോലീസ് ഓഫീസറായ മിഥുൻ റോയിക്കെതിരെ നടപടി ഉണ്ടാകും. മിഥുൻ റോയിക്കെതിരെ 3 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ 3 മിഥുൻ റോയ് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. മിഥുനെതിരെ നടപടി വേണമെന്ന ആവശ്യം CPMൽ സജീവമാണ്. ഇത് സർക്കാർ അംഗീകരിച്ചേക്കും. അച്ഛൻ മരിച്ചതിനെ തുടർന്നാണ് മിഥുൻ റോയിക്ക് പോലീസിൽ ജോലി കിട്ടിയത്. മാളിലെ അടിപിടി കേസിൽ നിന്ന് ഒഴിവാക്കുമെങ്കിലും ശംഖുമുഖത്തെ DJ പാർട്ടിയിലെ ലാത്തിചാർജിൽ നടപടി വന്നേക്കുമെന്നാണ് സൂചന. സംഭവത്തിന് ശേഷം മെഡിക്കൽ അവധിയിലായിരുന്നു മിഥുൻ. 2 ദിവസം മുമ്പ് ഡ്യൂട്ടിക്ക് കയറിയെങ്കിലും വീണ്ടും അവധിയെടുത്തുവെന്നാണ് സൂചന. ഈ അവധിയുടെ സാധ്യതകളും പരിശോധനാ വിധേയമാക്കും. സംഭവത്തിന്റെ റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ രഹസ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടും കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1.5 വർഷം മുൻപ് ഹെൽമറ്റ് ധരിക്കാതെ സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ അന്നത്തെ DYFI ബ്ലോക്ക് സെക്രട്ടറി നിതീഷിനെതിരെ പേട്ട പോലീസ് പിഴ ചുമത്തിയിരുന്നു. ഇത് ചോദ്യം ചെയ്യാൻ SFI DYFI പ്രവർത്തകർ പേട്ട സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തിയപ്പോൾ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ മിഥുൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ചൂണ്ടിക്കാട്ടി മിഥുനെതിരെ SFI അന്നും പരാതി നൽകിയിരുന്നു. വട്ടിയൂർക്കാവിൽ കാർ അപകടവുമായി ബന്ധപ്പെട്ട് 2024 ഏപ്രിൽ മിഥുനെയും കുടുംബത്തെയും വീട് കയറി 12 അംഗ സംഘം ആക്രമിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിഥുൻ മദ്യപിച്ച് വാഹനമോടിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നാണ് ആരോപണം. ഇതും വകുപ്പ് തല നടപടിക്ക് കാരണമാകും. മിഥുനെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയും ഏറെയാണ്. പുതുവർഷത്തിലെ DJ പാർട്ടിക്കിടെ ലാത്തി കൊണ്ടടിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് SFI പ്രവർത്തകർ മാളിൽ വെച്ച് മിഥുനെ മർദ്ദിച്ചത്. മിഥുനെതിരെ കേസെടുത്തതും വിവാദമായിരുന്നു. ഇതോടെ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന യുവതിക്കെതിരായ കേസ് റദ്ദാക്കി. പോലീസുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ 2 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുർജിത്ത് 19, വിനയ് പ്രകാശ് 23 വയസ്സുകാരൻ എന്നിവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് ജാമ്യം ലഭിച്ചു. മിഥുൻ റോയിയുടെ പശ്ചാത്തലം കോൺഗ്രസിന്റേതാണെന്നാണ് അറിയുന്നത്. 2024 റോഡിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പോലീസുകാരനെയും കുടുംബത്തെയും വീട് കയറി സംഘം ആക്രമിച്ചുവെന്ന വാർത്ത വട്ടിയൂർക്കാവിൽ ചർച്ചയായിരുന്നു. സംഭവത്തിൽ 12 പേർക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിലെ പരാതിക്കാരനാണ് മിഥുൻ. AR ക്യാമ്പിലെ പോലീസുകാരനായ നെട്ടൈ മലമുകൾ രാംജീരംഗ് മിഥുൻ, സഹോദരൻ അമൽ റോയ്, മാതാവ് രാജി, മിഥുന്റെ ഭാര്യ മോനിഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. അന്ന് മിഥുൻ ഓടിച്ചിരുന്ന കാറ് നെട്ടയത്ത് വെച്ച് അജി എന്നയാളെ ഇടിക്കാൻ ശ്രമിച്ചതായും ഇവർ തമ്മിൽ സ്ഥലത്ത് തർക്കമുണ്ടായതായും നാട്ടുകാർ പറയുന്നു. തുടർന്ന് വൈകിട്ട് 7 മണിയോടെ ഒരു സംഘം എത്തി മിഥുന്റെ വീട്ടിൽ ആക്രമണം നടത്തുകയായിരുന്നു. കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് മിഥുൻ, സഹോദരൻ അമൽ, മാതാവ് രാജി എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. തടയാൻ ശ്രമിച്ച മോനിഷയ്ക്കും പരിക്കേറ്റു. ആക്രമികൾ വീട്ടുസാധനങ്ങൾ തകർക്കുകയും ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വീട് തകർക്കാൻ ശ്രമം നടത്തിയെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ എത്തിയതോടുകൂടിയാണ് അക്രമി സംഘം തിരികെ പോയത്. ഈ സംഭവത്തെ തുടർന്ന് നെട്ടയത്തെ നാട്ടുകാർ മിഥുനെതിരെ തിരിഞ്ഞിരുന്നു. നെട്ടയത്തെ പൗരസമിതി ഫ്ലക്സ് അടക്കം വെച്ചിരുന്നു. ഇതെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ് സൈബർ സഖാക്കൾ. ഈ കേസുകളെല്ലാം മിഥുന് എതിരെയായി മാറുകയും ചെയ്തു. ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ച DYFI നേതാവിന് പിഴയിട്ടതിന് തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിൽ 2 SIമാർക്കും ഡ്രൈവർമാർക്കുമെതിരെ നടപടി എടുത്തിരുന്നു. 2023 ഈ സംഭവം. അന്ന് SIമാരായ S അസീം, M അഭിലാഷ്, M മിഥുൻ എന്നിവർക്കെതിരെയാണ് സ്ഥലം മാറ്റിയതിന് പിന്നാലെ വകുപ്പ് തല അന്വേഷണവും ഏർപ്പെടുത്തിയത്. 2 SIമാരെ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കും ഡ്രൈവറെ AR ക്യാമ്പിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. അന്ന് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ DYFIയുടെ വഞ്ചൂർ ബ്ലോക്ക് ട്രഷറിയായിട്ടുള്ള M നിതീഷ് ഹെൽമറ്റ് ധരിക്കാതെ എത്തിയത്. ഗതാഗത നിയമം ലംഘിച്ചതും പിഴ ഒടുക്കണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. താൻ DYFI ഭരണവാഹിയാണെന്നും അത്യാവശ്യമായ ഒരിടത്തേക്ക് പോകണമെന്നും നിതീഷ് പറഞ്ഞു. എന്നാൽ പിഴ ഒടുക്കണമെന്ന് പോലീസ് നിർബന്ധിച്ചു. ഇത് വാക്കേറ്റത്തിലും സംഘർഷത്തിലേക്കും തിരിഞ്ഞു. പിഴയിട്ടതിന് പിന്നാലെ പോലീസുകാർ മണൽ മാഫിയയിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് DYFI നേതാവ് M നിതീഷ് പരാതി നൽകിയിരുന്നു. തുടർന്ന് നിതീഷ് സ്ഥലത്ത് നിന്ന് പോകുകയും വൈകിട്ട് CPM പ്രവർത്തകരെ കൂട്ടി പേട്ട സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ വെച്ച് SIമാർ സഞ്ചരിച്ച ജീപ്പ് തടയുകയും പോലീസുകാരുമായി വാക്കേറ്റം നടക്കുകയും ചെയ്തു. സംഘർഷം കനത്തതോടുകൂടി ലാത്തി വീശിയാണ് CPM പ്രവർത്തകരെ പോലീസ് ഓടിച്ചത്.